കുളത്തിലെ മീൻ എന്ന് പറഞ്ഞാൽ ശ്രീ കൃഷ്ണ ഭഗവാൻ കളിക്കുന്ന മീനാണ്. ഓക്കെ ഓക്കെ. ഇതാരും പിടിക്കത്തുമില്ല, ലേറ്റ് കൊടുക്കത്തുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുത്തൂർ പാങ്ങോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു വലിയ ക്ഷേത്രക്കുളമുണ്ട്. ഇവിടെ ഞങ്ങൾ എത്താനുള്ള പ്രധാന കാരണം ഈ ക്ഷേത്രക്കുളത്തിൽ അത്യപൂർവ ഇനത്തിൽപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്ന ഒരു മത്സ്യമുണ്ട്. ഒരുപാട് മത്സ്യങ്ങളുണ്ട്. വാഹ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ മത്സ്യത്തിൻ്റെ കഥകൾ കേട്ടുകൊണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ, ഞങ്ങളുടെ ഒരു പ്രസൻസ് അറിയിച്ചപ്പോൾ തന്നെ ഞങ്ങളെ കാണാനായിട്ട് ഈ മത്സ്യങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞങ്ങളിവർക്ക് പൊരിയൊക്കെ കൊടുക്കാനായിട്ടാണ് വന്നത്. നമ്മളിവിടെ എത്തി നിറഞ്ഞപ്പോൾ തന്നെ ഇവർ വന്നിട്ടുണ്ട്. നമുക്കിനി ഇവർക്ക് പൊരിയൊക്കെ കൊടുത്ത് നമുക്കിവരെ ഒന്ന് ഇണക്കിയെടുത്ത് നോക്കാം. ഈ പ്രദേശവാസിയായിട്ടുള്ള രാജൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. ചേട്ടൻ ഇവിടെ ഈ മീന് പൊരിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മീനുകളൊക്കെ ഇത്രയും അപൂർവമാണ്. ശരിക്കും പറയാം, നമ്മൾ മീൻ സാധാരണ കാലൊക്കെ നനയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് മീൻ കയറി ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ മീനുകൾ ഏത് തരം മീനുകളാണ്, എന്താണ് ഇവിടുത്തെ പ്രത്യേകത? കുറച്ച് മീൻ ശ്രീ കൃഷ്ണ ഭഗവാൻ കളിക്കുന്ന മീനാണ്. ഭഗവാൻ കളിക്കുന്ന മീനാണ്. അപ്പം അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. ഇത് സാധാരണ ഇപ്പോഴുള്ളവരും മറ്റേ പിടിക്കുകയോ കറി വയ്ക്കുകയോ ചെയ്യത്തില്ല. ഒരു ആചാരം കൃഷ്ണ ഭഗവാൻ കളിക്കുന്ന ഒരു കുളാറുപടി എത്ര ഇതിലുണ്ടായാലും വെള്ളം പറ്റത്തില്ല. അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലേ. അപ്പൊ ഈ മീൻ ഏതിനമാണ്? വാഹ. ഓക്കെ ഓക്കെ. എത്ര വില വെയിറ്റ് വരെ ഉണ്ടാവും? ഒരു 5 ഒരു 8 കിലോ ഒക്കെ ആവും. ഓക്കെ. ഇവിടെ ഇങ്ങനെ പഞ്ചായത്തിന്റെ വകയാണോ അതോ ആരാണ് ഈ മീനിന്റെ ചെറിയ മീനുകളൊക്കെ നിക്ഷേപിക്കുന്നത്? അത് ഞാൻ ഉണ്ടായ കാലം തൊട്ട് ഈ കുളവും ഈ മീനും ഉണ്ട്. ഈ മീനിന്റെ കുഞ്ഞുങ്ങൾ, അതിന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ. അപ്പൊ ഇത് ലേലത്തിൽ അങ്ങനെ കൊടുക്കുക അങ്ങനെ ഒന്നുമില്ല തന്നെ? ഓക്കെ ഓക്കെ. ഇതാരും പിടിക്കത്തുമില്ല, ലേറ്റ് കൊടുക്കത്തുമില്ല. അപ്പൊ ശരി, പൊരിയൊക്കെ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതിശയം തോന്നാം. ഇത്രയും ഇണങ്ങി നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് അല്ലേ കളിക്കാൻ വരുന്നത് അല്ലേ? ശരി ശരി. അപ്പൊ നിങ്ങളെല്ലാരും ഇങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് പൊരി കൊടുക്കാറുണ്ടോ? കുട്ടിക്കാലം മുതലേ കാണുന്നതാണല്ലോ. ഓക്കെ ഓക്കെ. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്ര കുളമാണിത്. ഓക്കെ ഓക്കെ. വെള്ളം പറ്റുന്നില്ല വേനലാണെങ്കിലും. ശരിക്കും ഇത്രയും ചൂടാണെങ്കിൽ പോലും നമുക്ക് നല്ല അല്ലേ, നല്ല ഒഴുക്കുവാണ്, നല്ല താഴ്ചയാണ്. താഴ്ചയുണ്ട്. ഓക്കെ ഓക്കെ. ഈ ഒരു മീൻ മാത്രമേ ഉള്ളൂ ഇവിടെ? മാത്രമേ ഉള്ളൂ. ശരി. ഓക്കെ. ഒന്നല്ല രണ്ടല്ല 10,000 മീനുകളാണ് ഈ ക്ഷേത്ര പരിസരത്ത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ തന്നെ കുളിക്കാൻ വരുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു മൂടുന്ന മീനുകളാണ് കേട്ടോ. കാലാകാലങ്ങളായി ഇവിടുത്തെ ഭഗവാന്റെ ഇഷ്ട കളിക്കൂട്ടുകാരെന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും എൻ്റെ കയ്യിലെ പൊരി തീർന്നു പോയെങ്കിലും ഇനിയും ആളുകൾ ഒരുപാട് വന്ന് ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. 10,000 മത്സ്യങ്ങളാണ് ശരിക്കും വലുതും ചെറുതുമായിട്ട് വന്ന് ക്യൂവിൽ നിൽക്കുന്നത്. ഏതായാലും നിങ്ങൾ ഈ പുത്തൂർ ഭാഗത്തൂടി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ക്ഷേത്രത്തിലെത്തുക. പാങ്ങോട് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റും. ഈ വാഹ എന്ന മത്സ്യത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ പറ്റും. ഐതിഹ്യത്തിനപ്പുറം ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നുന്ന ചില കാഴ്ചകളാണ് നിങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കുന്നത്. This is Bilu and it's signing from BMTV News.